ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം, ഞങ്ങൾ ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ച് അംഗീകരിച്ച പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പേരുണ്ട് എന്നാണ്. സ്ഥലം MP, MLA തുടങ്ങിയവരും കോൺഗ്രസ്സുകാരാണ്. അവരും പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ളതായിരുന്നു നിശ്ചയിച്ചത്. അതനുസരിച്ച് ആ ലിസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൊടുക്കുകയും ചെയ്തു. അംഗീകരിക്കപ്പെട്ട പട്ടികയിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പേരുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുക്കുക എന്ന മട്ടിൽ വാർത്ത കണ്ടു ഉടനെ എന്ന ഞാനില്ല എന്ന് പറഞ്ഞു എന്ന പോലെ ആയിപ്പോയോ? ഇതൊരു പൊതു പദ്ധതിയാണ്, കേരളത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചടങ്ങിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കേണ്ടതല്ലേ? അദ്ദേഹം ബഹിഷ്കരിച്ച് മാറി നിൽക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? കാള പറ്റോ അതോ പശു തന്നെയാണോ പറ്റത്, ഈ പ്രസവം നടന്നിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായ മറുപടി ആദ്യം ഉണ്ടാകണ്ടേ? ഇവിടെ നോക്കൂ, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തെങ്കിലും വിവാദത്തിനാണോ ആദ്യം പോയിട്ടുള്ളത്? ഇവിടെ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നു. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല എന്ന് വാർത്ത പുറത്തു വന്നപ്പോൾ സംസ്ഥാനത്തിൻ്റെ മന്ത്രി, പോർട്ടിൻ്റെ ചുമതലയുള്ള ശ്രീ വാസവൻ പറഞ്ഞത് ഞങ്ങൾ ക്ഷണിക്കാഞ്ഞത് മനഃപൂർവ്വമാണ്. കാരണം ഇത് ഞങ്ങളുടെ സർക്കാരിൻ്റെ ഔദ്യോഗിക സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചടങ്ങാണ്. ആ വാർഷിക പരിപാടികൾ UDF ബഹിഷ്കരിച്ചിരിക്കുന്നത് കൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് എന്ന് നമ്മളോട് സംവദിച്ചത് ഈ സംസ്ഥാനത്തിൻ്റെ പോർട്ടിൻ്റെ മന്ത്രി കൂടിയായ ശ്രീ വാസവനല്ലേ? അപ്പോൾ ഈ വാർത്തകൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? അനിൽകുമാർ പറഞ്ഞ കേട്ടല്ലോ, ഈ വാർത്തകൾ വസ്തുതാപരമല്ല, ഇതെല്ലാം ആരെങ്കിലും ഉണ്ടാക്കിയതാണെന്ന്. അല്ലല്ലോ, നമ്മളോട് പറഞ്ഞതിൻ്റെ ബൈറ്റ് നിങ്ങളുടെ കൈവശമില്ലേ? അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മന്ത്രി ഒരു ഘട്ടത്തിൽ പറയുന്നു ഞങ്ങൾ ക്ഷണിക്കാഞ്ഞത് മനഃപൂർവ്വമാണ്, അതിന് കാരണം ഇന്നതാണെന്ന് പറയുന്നു. ഒന്ന്, പിന്നീട് പറയുന്നു ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് ലിസ്റ്റ് കൊടുത്തിരുന്നു, പ്രധാനമന്ത്രി അത് അംഗീകരിച്ച് തന്നില്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച് തന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെ വെട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്, ആ പേര് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തത വരുത്താതെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു സുതാര്യത ഉണ്ടാകുന്നില്ല. ഈ രാജ്യത്തിൻ്റെ സ്വപ്ന പദ്ധതി, സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു ഉദ്ഘാടന ചടങ്ങിൽ ഇറക്കുന്ന നോട്ടീസിനെ സംബന്ധിച്ച് പോലും ഇവിടെ ഭീകരാക്രമണം ഉണ്ടായതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ വിളിക്കണം വേണ്ട കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് പറയുന്ന അനിൽകുമാറിനെ പോലെ അല്ലല്ലോ ഉണ്ടാകേണ്ടത്. ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് PMO ഇത് എത്രയോ SPGയും അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുമുള്ള എത്രയോ ചടങ്ങുകൾ, എത്രയോ പ്രധാനമന്ത്രിമാർ, എത്രയോ പ്രസിഡന്റുമാർ, എത്രയോ ഉപരാഷ്ട്രപതിമാർ ഈ സംസ്ഥാനത്ത് വന്ന് എത്രയോ ചടങ്ങുകൾ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഉദ്ഘാടനം നടത്തുമ്പോഴെല്ലാം അതിനെ കാലയെ കൂട്ടി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകാറുണ്ട്. ആ ധാരണ ഉണ്ടാകുമ്പോൾ അതിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കാറുണ്ട്. 2-ാം തീയതി നടക്കുന്ന ഉദ്ഘാടനത്തിന് 1-ാം തീയതി രാത്രി 12 മണിക്കല്ലല്ലോ ക്ഷണിക്കേണ്ടത്. സ്വാഭാവികമായി അങ്ങനെയല്ലല്ലോ പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങ് നടത്തുന്നത്. അതിനെ സംബന്ധിച്ച് കൃത്യമായി ചട്ടവട്ടങ്ങളുണ്ടല്ലോ. അത് കൃത്യമായി സംസ്ഥാന സർക്കാരിനെ അറിയിക്കുമല്ലോ. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ ചില അവരുടെ സജഷൻസ് കൂടി വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കമ്മ്യൂണിക്കേഷൻസ്, അത് ഇമെയിൽ വഴിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ, ആ ഇമെയിൽ വഴി കമ്മ്യൂണിക്കേഷൻസ് നടത്തി വളരെ ഫാസ്റ്റായിട്ട് PMO പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസൊന്നും അത്ര ലാഗ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഓഫീസാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകാനും പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഒരു വ്യവസ്ഥാപിതമായ മാർഗമുണ്ടായിരിക്കെ ഇപ്പോഴും ഇതിനെ സംബന്ധിച്ചൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി വരുത്തിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അഭിലാഷേ? പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നോ? ഞങ്ങളെ സംബന്ധിച്ച് എന്താ ഉള്ളത്? ക്ഷണിച്ചിട്ടില്ല എന്ന് സംസ്ഥാനത്തിൻ്റെ മന്ത്രി പറഞ്ഞതിന് ശേഷം വിവാദമായി കഴിഞ്ഞപ്പോൾ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ആ കത്തിലെ വാചകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും വിളിച്ച കൂട്ടത്തിൽ നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ജോലി ചെയ്യുന്നോ, നിങ്ങൾ അത് വേദിയിലുണ്ടോ, സദസ്സിലാണോ, നിങ്ങൾക്ക് എവിടെയാണ്, ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ലല്ലോ അത് വേണ്ടത്, അങ്ങനെ ആയിരുന്നല്ലോ മുൻകാലങ്ങളിൽ. അപ്പോൾ ഇത്തരം ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അഭിലാഷ് പറയൂ, ഞാനത് അംഗീകരിക്കാം. തീർച്ചയായും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമേ നമുക്ക് എനിക്ക് അഭിലാഷിനോട് തിരിച്ചൊരു ചോദ്യം അഭിലാഷിനോട് തിരിച്ചെനിക്കൊരു ചോദ്യമുള്ളത്, അഭിലാഷിന് ഇത്തരം കാര്യങ്ങളിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഈ അംഗീകരിച്ച ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരുണ്ടായിരുന്നു, അത് മുകളിലേക്ക് കൊടുത്തു, അദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റിലുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ വാദം, മുഖ്യമന്ത്രിയുടെ വാചകം സംസ്ഥാന മുഖ്യമന്ത്രിയല്ലേ. പക്ഷേ എനിക്ക് അപ്പോഴുള്ള അഭിപ്രായം കൃത്യമായി പ്രതിപക്ഷ നേതാവിനെ താങ്കളുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്ന നിലയിലല്ല വിളിക്കേണ്ടത്. അതല്ലാതെ തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കണമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ക്ഷണിക്കാത്തതിന് ന്യായീകരണമായി ഇത് സർക്കാരിന്റെ 4ാം വാർഷികമാണ് അതുകൊണ്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞതും തെറ്റാണ്. വിളിക്കണമായിരുന്നു, ഇങ്ങനെ ആയിരുന്നില്ല വിളിക്കേണ്ടത് എന്നുള്ളതാണ് അക്കാര്യത്തിൽ എന്റെ അഭിപ്രായം. അല്ല, വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. അതിനപ്പുറത്തേക്ക് അഭിലാഷ് ഒറ്റ കാര്യം കൂടി അഭിലാഷേ, അതിനപ്പുറത്തേക്ക് അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മന്ത്രി വാസവൻ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ ആര് പറയുന്നതാ ശരി? മുഖ്യമന്ത്രി ക്ലാരിറ്റി വരുത്തിയില്ല. അതിനപ്പുറത്തേക്ക് എൻ്റെ ചോദ്യം, വാസവൻ പറഞ്ഞില്ലേ
കേന്ദ്ര പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പേര് ഒഴിവാക്കിയതെന്ന് പറഞ്ഞിട്ടില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി കള്ളം പറയുന്നത് ശരിയാണോ? ഇതിലൊക്കെ വ്യക്തത വേണ്ടേ അഭിലാഷേ? എന്താ പിള്ളേർ കളിയാ? എന്താ മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണം വിളിച്ചാണോ? മുഖ്യമന്ത്രിയുടെ മകളുടെ വീട്ടിലെ കല്യാണമോ അല്ലെങ്കിൽ കൊച്ചുമകന്റെ കല്യാണമോ ഒന്നും അല്ലല്ലോ. ഈ സംസ്ഥാനത്തിന്റെ ഒരു പ്രോജക്റ്റ്, അതിനകത്ത് ഞങ്ങളുടെ പങ്ക് വളരെ സ്പഷ്ടമായിരിക്കെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ, ഉമ്മൻചാണ്ടിയാണ് ഈ പോർട്ടിന്റെ ഉപജ്ഞാതാവെന്നിരിക്കെ, അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഇതെല്ലാം നടന്നിട്ടുള്ളതെന്നിരിക്കെ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അവഗണിച്ചുകൊണ്ട് പോകുന്നു. എന്താ ഇവിടെ ഇവിടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ, പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ഇവിടെ അൽകുമാർ പറഞ്ഞല്ലോ, ആദ്യം വിളിച്ചിരുന്നു, പിന്നീട് ഞങ്ങൾ വരേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്ന്. ആ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓശാന പാടുകയല്ല ജോലി. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും. അതിനാണ് ഔദ്യോഗികമായി ജനാധിപത്യത്തിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പദവിയുള്ളത്. ആ പദവിയിൽ ഇരുന്നുകൊണ്ട് എല്ലാത്തിനും സർക്കാരിന്റെ ചെയ്തികളെല്ലാം കണ്ണും പൂട്ടി സഹായിക്കണം, അനുകൂലിക്കണമെന്നാണോ? ഇവിടെ ഞാൻ ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നു, 2019 പൂർത്തിയാകേണ്ടിരുന്ന പദ്ധതി 2025 ഉദ്ഘാടനം നടത്താൻ അത് തെറ്റായിപ്പോയി, നീണ്ടുപോയത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ അത് കുറ്റമാണോ? അതിന്റെ പേരിൽ വിളിക്കത്തില്ലെന്നാണോ? അങ്ങനെയാണെങ്കിൽ അത്തരം തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം, പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നിങ്ങളെ ഞങ്ങൾ ഉദ്ഘാടനത്തിന് വിളിക്കില്ല എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകളുടെയോ കൊച്ചുമകന്റെയോ കല്യാണമല്ല.